ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി നമ്മൾ വണ്ടി എടുത്താണ്ട് ഇറങ്ങി ഊട്ടി ടൗണിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ വന്നപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അത് തപ്പി ഇറങ്ങിയതാണ്. ഇതാണ് കുട്ടികളെ രാവിലത്തെ ചായയും കടി ₹1 ഉച്ചക്കത്തെ ചോറ് ₹5 കിട്ടുന്ന സ്ഥലം. നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടലിൽ ഇപ്പോഴും ഇറങ്ങിയിട്ട് കിട്ടിയിട്ടില്ല. മറ്റേ ബാക്കിൽ നിന്ന് വിരാവുണ്ട്. അപ്പോൾ ഈ പൂവ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മുട്ടാണോ പൂവാണോ വിരിഞ്ഞിക്കണോ എന്നൊന്നും അറിയില്ല. ഫൈനലി നമുക്ക് ഹോട്ടൽ കിട്ടി. വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ അവന്റെ മുമ്പിൽ മെയിൻ ആവണം എന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് കുട്ടികളെ നമ്മൾ പറഞ്ഞ ഹോട്ടൽ. കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെടുന്ന ഒരു സാധനം നിങ്ങളുടെ പേരറിയില്ല, കാണിച്ചു തരാം. അങ്ങനെ ചെന്നിരുന്ന് മെനൊക്കെ നോക്കിയാണ്ട് ഓർഡർ കൊടുത്തു. ഇതാണ് കുട്ടികളെ നമ്മൾ പറഞ്ഞ ഐറ്റം കേസരി എന്ന പേര്. മധുരം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും തിന്നേണ്ട ഒരു സാധനം തന്നെയാണ്. എന്തൊരു ടേസ്റ്റ് അറിയാതെ. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു മസാല ദോശയാണ്. ഒന്നും പറയാൻ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ്. ബില്ലാണെങ്കിലും അതിലും ടേസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് അപ്രതീക്ഷമായിട്ട് കണ്ണൂരിൽ നമ്മളെ ചങ്ങായിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. പണ്ട് കാശ്മീർ പോയപ്പോൾ കിട്ടിയതാണ്. തണുപ്പ് കൂടുമ്പോൾ വിരിയുന്നത് അറിയില്ല, നല്ല പുഷ്പം. ഈ കാണുന്നത് 2 മൊബൈൽ ക്യാമറ ഓൺ ആക്കിയാണ്ട് ഒരു കാര്യമില്ലാതെ മെയിൻ ആവണം. അങ്ങനെ നമ്മൾ നേരെ പസവക്കൽ പറഞ്ഞ ഒരു വില്ലേജിക്കാണ് ഇറങ്ങി ചെന്നു. നല്ലൊരു അടിപൊളി വില്ലേജ് തന്നെയാണ്. കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേബേജും ക്യാരറ്റ് തുടങ്ങിയ കൃഷികളുണ്ട്. അത് കൂടാതെ വേറെയും കുറെ കൃഷികളുണ്ട്, എനിക്ക് പറയാറില്ല. പിന്നെ അവിടെ തന്നെ ഒരു ക്യാരറ്റ് ഫാക്ടറി ഉണ്ട്. അവിടെ പോകും. ഇത്രയും ഫ്രഷ് ആയ ക്യാരറ്റ് എങ്ങനെ ആക്കി എടുക്കുന്ന അവിടുന്ന് പറിച്ച ക്യാരറ്റ് ഇതേപോലെ ലോഡ് കൊടുന്ന് ഇവിടെ തട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരാൾ വെള്ളം അങ്ങനെ അടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ക്യാരറ്റ്